ചിക്കൻ വെച്ചിട്ട് നല്ലൊരു സ്നാക്സാണ് ഇന്ന് കാണിക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കൻ ബൈറ്റ്സ് ആണിത്. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്സാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ മറ്റുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ വെള്ളം മുഴുവൻ കളയണം. നമ്മളൊരു സ്ട്രെയിനറിലോ മറ്റോ ഇട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തുടച്ച് കളയുക. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതേപോലെ മസാല പുരട്ടിയിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഗാർലിക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാം. എല്ലാം ഒരേപോലെ മിക്സായിട്ട് കിട്ടണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് ഈ ഫ്ലോർ മിക്സിലിട്ടിട്ട് നന്നായിട്ട് അതിലേക്കൊന്ന് മുക്കിയെടുക്കുക. ചിക്കനിൽ മൈദ നന്നായിട്ട് പിടിച്ചിരിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 5-6 പീസൊക്കെ ഒരുമിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മൈദയിലൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് മൈദ പിടിച്ചിരിക്കണം. ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുഴുവൻ ചിക്കനും ഇതേപോലെ ഫ്ലോർ മിക്സിലൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈദയുടെ മിക്സ് പകുതി ഇവിടെ ബാക്കിയുണ്ട്. ഇത് കളയരുത്. നമുക്കിനി തേർഡ് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കളയാതെ എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ തേർഡ് മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. ഏകദേശം 1.5 കപ്പ് വെള്ളം ഈ ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം വേണമെങ്കിൽ മുട്ടയിലോ അല്ലെങ്കിൽ പാലിലോ മുക്കിയിട്ടൊക്കെ ഇത് ചെയ്യാം. പക്ഷേ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുക്കി കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് നല്ല തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് ഈ തണുത്ത വെള്ളത്തിൽ ആദ്യം ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗവും തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ മൈദയിലിട്ടിട്ട് നന്നായിട്ട് മൈദ ഇതിലേക്കൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്യാം. മുഴുവൻ ചിക്കനും നമുക്ക് ഇതേപോലെ ആദ്യം തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വീണ്ടും ഈ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും മൈദ നന്നായിട്ട് പിടിച്ചിരിക്കണം. ആ രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് കവർ ചെയ്തെടുത്ത മൈദയൊന്നും തണുത്ത വെള്ളത്തിൽ അധികം ഇളകി പോകുന്നില്ല. അത് പേടിക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട ഉടനെ പുറത്തേക്ക് എടുത്താൽ മതി. കൂടുതൽ മുക്കി വെക്കരുത് വെള്ളത്തിൽ. വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്ത ഉടനെ തന്നെ പുറത്തേക്ക് എടുത്തിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ ചിക്കനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് അധികം ഇടരുത്. എണ്ണയിലേക്ക് ആവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുക്കുക. കുറേ അധികം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നന്നാവില്ല.
അപ്പോൾ ഒരു 6-7 ചിക്കൻ പീസ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടില്ലെങ്കിൽ ചിക്കൻ നല്ലോണം പൊങ്ങി കിട്ടില്ല. അപ്പോൾ ഇടുന്ന സമയത്ത് ചൂട് നല്ലോണം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് സമയം എടുത്തു ഈ ചിക്കൻ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട ചിക്കൻ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അത്രയും സമയം മതിയാവും. ഒരു 4 മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇടയ്ക്കിടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നല്ലോണം മൊരിഞ്ഞ് ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ ചിക്കനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോമ്പ് സമയത്തൊക്കെ ചായക്ക് കൂട്ടാൻ പറ്റിയ ഒന്നാം തരം സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്